ഇനി 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒടുവിൽ തമിഴക വെട്ടർക്കഴകത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നടൻ വിജയ് തന്നെ എന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഇത് സംബന്ധിച്ച പ്രമേയം ഇന്നു ചേർന്ന TVK എക്സിക്യൂട്ടീവ് യോഗത്തിൽ പാസാക്കിയിട്ടുണ്ട്. BJPയുമായും DMKയുമായും സഖ്യമില്ല എന്നും TVK അറിയിച്ചു. ശ്രീജിത്ത് ബാലകൃഷ്ണനോട് നമുക്കിപ്പം വിവരങ്ങളുമായി. ശ്രീജിത്ത്, വിജയ് മത്സരിക്കുമോ എന്നുള്ളത് ഇനിയൊരു ഊഹാപോഹമല്ല, അതൊരു സ്ഥിരീകരണമാവുകയാണ്. നേരത്തെ ഈ രാമനാഥപുരം മത്സരിക്കാൻ വിജയ് തിരഞ്ഞെടുക്കുമെന്ന തരത്തിൽ വാർത്തകളൊക്കെ വന്നതാണ്. എടുത്തു പറയേണ്ടത് ഈ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ തന്ത്രങ്ങൾ കൂടിയാണ്. തീർച്ചയായും വിജയ ആരാധകരെ സംബന്ധിച്ച് വലിയ ആവേശവും വലിയ പ്രതീക്ഷയും ഒക്കെ ഉള്ള സംഗതിയാണ്. ഒരുപക്ഷെ തമിഴ്നാട്ടിൽ മറ്റൊരു സിനിമാ താരം കൂടി രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നുള്ളത് അതിൻ്റെ വേറൊരു തലം. പക്ഷേ ഇതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ വിജയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ TVKയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ളത് അതിനപ്പുറത്തേക്ക് തമിഴ്നാട്ടിൽ ഇതുവരെ ഉണ്ടായിരുന്ന DMK AIDMK അല്ലെങ്കിൽ DMK NDA രണ്ട് മുന്നണികൾക്കപ്പുറത്തേക്ക് ഒരു മൂന്നാം മുന്നണി എന്ന രൂപത്തിലേക്ക്, മൂന്നാമത്തെ ഒരു വലിയ പാർട്ടി എന്ന രൂപത്തിലേക്ക് വരാൻ പോകുന്നു TVK എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ തലമായിട്ട് നമ്മൾ കാണുന്നത്. ഇതിനു മുമ്പ് വിജയകാന്തിൻ്റെ DMDK തമിഴ്നാട്ടിൽ മത്സരിക്കുകയും ഏതാണ്ട് ആദ്യഘട്ടത്തിൽ 40ഓളം സീറ്റുകളൊക്കെ അസംബ്ലിയിലേക്ക് ജയിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ ക്ഷീണിച്ചപ്പോൾ അദ്ദേഹം പിൻവാങ്ങുകയും രാഷ്ട്രീയത്തിൽ പിൻവാങ്ങുകയൊക്കെ ചെയ്തു. DMDK തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. പക്ഷേ വിജയ് വരുന്നത് അങ്ങനെയല്ല. വിജയ് വരുന്നത് ഒരു വരവാണ് എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ. ഇന്നത്തെ അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം പ്രമേയം പാസ്സാക്കുകയായിരുന്നു. തികച്ചും രാഷ്ട്രീയമായ, സാധാരണ ഒരു സിനിമാ താരത്തിൻ്റെ വരവ് പോലെയല്ല, രാഷ്ട്രീയമായി തന്നെയാണ് അദ്ദേഹം വരുന്നത്. അത് ആ പ്രമേയത്തിൽ പറയുന്ന കാര്യങ്ങൾ വലിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ തന്നെയാണ്. BJP ഒരു വലിയ വർഗീയ കക്ഷിയാണ്, മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയ കക്ഷിയാണ് BJP. അതുകൊണ്ട് BJPയുമായി ഒരു ഘട്ടത്തിലും ചേരാൻ പോകുന്നില്ല. DMKയെ സംബന്ധിച്ച് നിരവധി ആരോപണങ്ങളുടെ നടുവിലാണ് DMK. ഭരണപരമായി DMK വലിയ പരാജയത്തിലാണ്. കസ്റ്റഡി കൊലപാതകങ്ങളുടെ നടുവിലാണ് തമിഴ്നാട്. പോലീസ് അമ്പെ പരാജയമാണ്, സർക്കാർ അമ്പെ പരാജയമാണ്. അങ്ങനെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളെയും അവരുടെ നിലനിൽപ്പിനനുസരിച്ചുള്ള എതിർപ്പ് ഉന്നയിച്ചുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ടാണ് തികച്ച രാഷ്ട്രീയമായി തന്നെയാണ് വിജയ് വരാൻ പോകുന്നത്. സാധാരണ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു സിനിമാ താരം വരുന്ന വരവല്ല വിജയ് കാണിക്കുന്നത്, അല്ലെങ്കിൽ വിജയുടെ പാർട്ടി ആ രൂപത്തിലല്ല വരാൻ പോകുന്നത്. നമ്മൾ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ച ഒരു ആവേശ കമ്മിറ്റിയായി മാറും എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രാഷ്ട്രീയ മുന്നേറ്റത്തിലാണ് വിജയ് തുടക്കം കുറിക്കാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്നത് വരുന്ന സെപ്റ്റംബർ മാസം മുതൽ, അതായത് 2 മാസം കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം മുതൽ ഡിസംബർ അവസാനം വരെ, അതായത് ഈ വർഷം ഇനി വിജയുടെ തേരോട്ടമായിരിക്കും തമിഴ്നാട്ടിൽ. അതൊരു വലിയ യാത്ര. തെലങ്കാനയിലോ ആന്ധ്രാപ്രദേശിലൊക്കെ നമ്മൾ കാണാറുള്ള പോലെ താരങ്ങളുടെ യാത്രയല്ല, ഒരു സിനിമാ താരം രാഷ്ട്രീയക്കാരനായി മാറി ആ രാഷ്ട്രീയക്കാരൻ തമിഴ്നാട് മുഴുവൻ സഞ്ചരിക്കാൻ പോവുകയാണ്. ഓരോ ജില്ലയിലും ഓരോ മണ്ഡലത്തിലും അദ്ദേഹം യാത്ര ചെയ്യും. ആ യാത്രയിലുടനീളം എല്ലാവരുമായും സംസാരിക്കും, ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കും, അത് മുഴുവൻ നിയമസഭയിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കും. അത് വോട്ടായി മാറും. അങ്ങനെ അധികാരത്തിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് തമിഴക ദ്രാവിഡ മുന്നേറ്റ കഴക തമിഴക TVKക്കുള്ളത്. അത് മാത്രമല്ല, ഈ വിജയ് മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളിലൊന്ന് BJPക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം, ഒപ്പം DMKക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം. അങ്ങനെ രണ്ട് രാഷ്ട്രീയ കക്ഷികളെയും ഒരുപോലെ എതിർത്തുകൊണ്ട് അധികാരത്തിലെത്താൻ കഴിയുമെന്നാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്ന വിജയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയും പ്രതീക്ഷിക്കുന്നത്. സേതു. ഓക്കെ ശ്രീത്ത്, അപ്പോൾ ഇനിയിപ്പോൾ ഒരു വർഷം കൂടിയേ ഉള്ളൂ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് തമിഴ്നാടിൻ്റെ ഇക്കുറി 2024 തിരഞ്ഞെടുപ്പ് കൂടുതൽ കൊഴുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിജയുടെ കൂടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതോടെ